ബ്ലാക്ക് വ്യൂ എന്ന കമ്പനിയുടെ ബ്ലാക്ക് വ്യൂ BL9005 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു റഗഡ് സ്മാർട്ട് ഫോണാണ്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലാക്ക് വ്യൂ BL9005 എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ MIL STD810Hൻ്റെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. പിന്നെ IP68 അതുപോലെ തന്നെ IP69K റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. അപ്പം ഈ ഫോണിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് ബിൽഡ് ക്വാളിറ്റി ആയിരിക്കും. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ ബാറ്ററിയാണ്. 8800 mAh ബാറ്ററി ഈ ഫോണിൽ വരുന്നുണ്ട്. വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. അതുമാത്രമല്ല 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. 25,000-30,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു ചാർജിങ് സ്പീഡ് തന്നെയാണ്. പിന്നെ ടൈപ്പ് സി ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. USB 3.0 സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം നല്ലൊരു വളരെ മികച്ച ബാറ്ററി സെറ്റപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ തന്നെ 12 GB റാം വരുന്നുണ്ട്. അതുകൂടാതെ 512 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. അതും എടുത്തു വരേണ്ട കാര്യമാണ്. പിന്നെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 12 GB റാം വരെ എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ടോട്ടലായിട്ട് 24 GB റാം വരെ ഇത് ലഭിക്കുന്നുണ്ട്. അതും എടുത്തു വരേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഗ്ലൗ മോഡ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. ഈ ഫോൺ ഗ്ലൗസ് ഒക്കെ ഇട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ എടുത്തു വരേണ്ട മറ്റൊരു കാര്യം, ഇതിൽ രണ്ടാമത് ഒരു സെക്കൻഡറി ഡിസ്പ്ലേയും വരുന്നുണ്ട്. ഫോണിൻ്റെ ബാക്കിൽ 1.3 ഇഞ്ചിൻ്റെ ഒരു സെക്കൻഡറി ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൽ പല നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇത് നമുക്ക് വ്യൂ ഫൈൻഡറായിട്ട് ബാക്ക് ക്യാമറ യൂസ് ചെയ്തിട്ട് തന്നെ സെൽഫി ഫോട്ടോസും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. വളരെ മികച്ചൊരു പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. അതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഇനി ബാക്കി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, AMOLED ഡിസ്പ്ലേ വരുന്നില്ല. LCD പാനലാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഏകദേശം 25,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിൽ നമ്മൾ AMOLED ഡിസ്പ്ലേ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഫോണിൽ അത് വരുന്നില്ല. പിന്നെ ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസൈനാണ് ഈ ഫോണിൽ വരുന്നത്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഫോണിൻ്റെ ബ്രൈറ്റ്നസ് വരുന്നത് 600 nits ആണ്. ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 413 ഗ്രാമാണ്. അത്യാവശ്യം വെയിറ്റ് കൂടിയ ഒരു സ്മാർട്ട് ഫോണാണ്. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. സാധാരണ ഫോണുകളെക്കാളൊക്കെ ഡബിൾ വെയിറ്റ് ഇതിന് വരുന്നുണ്ട്. പിന്നെ തിക്നെസ് വരുന്നത് 17 mm ആണ്. തിക്നെസ്സും വളരെ കൂടുതലാണ്. സാധാരണ ഫോണുകളെക്കാളൊക്കെ ഡബിൾ ആയിട്ടുള്ള തിക്നെസ്സും ഇതിന് വരുന്നുണ്ട്. പിന്നെ പൊതുവേ റഗഡ് ഫോൺസ് അങ്ങനെയാണ്, തിക്നെസ്സും വെയിറ്റൊക്കെ കൂടാറുണ്ട്. അതുമാത്രമല്ല നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയും വരുന്നുണ്ട്. ബാറ്ററി കപ്പാസിറ്റിയൊക്കെ ഇത്ര കൊടുക്കണമെങ്കിൽ വെയിറ്റും തിക്നെസ്സൊക്കെ കുറച്ച് കൂടുന്നതായിരിക്കും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 8020 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 25,000-30,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സറാണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. തരക്കേടില്ലാത്തൊരു പ്രോസസ്സറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോൺ വെട്ടം നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. NFC എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല വൈബ്രേഷൻ എഫക്റ്റിന് വേണ്ടിയിട്ട് X-ആക്സിസ് ലീനിയർ മോട്ടർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട്. ഹാർമൺ കാർഡൻ ട്യൂൺ ചെയ്തിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ഈ ഫോണിൽ വരുന്നത്. നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാ മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നുണ്ട്. ഇത് സാംസങ് GN5ൻ്റെ സെൻസറാണ്. OSൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 13 മെഗാ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 50 മെഗാ സെൽഫി ക്യാമറ വരുന്നുണ്ട്. അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഓൺ പേപ്പർ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് $299.99 എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഓഫർ പ്രൈസിംഗ് ആണ്. പിന്നെ ഇന്ത്യൻ പ്രൈസിംഗ് ആയിട്ട് അവർ കാണിച്ചിരിക്കുന്നത് 30,928 രൂപയാണ്. AliExpressലൊക്കെ ഈ ഫോൺ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്.
എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും അതുപോലെ തന്നെ നല്ലൊരു ബാറ്ററി സെറ്റപ്പും നല്ല ബിൽഡ് ക്വാളിറ്റിയും പിന്നെ ഫോണിൻ്റെ ബാക്കിൽ ഒരു സെക്കൻഡറി ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ 512 GB ഇന്റർണൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെയിറ്റും തിക്നെസ്സും അത്യാവശ്യം നല്ലോണം കൂടുന്നതായിരിക്കും. അതുപോലെ തന്നെ LCD പാനലേ വരുന്നുള്ളൂ, AMOLED ഡിസ്പ്ലേ വരുന്നില്ല. അപ്പം നിങ്ങൾക്ക് നല്ല ബിൽഡ് ക്വാളിറ്റിയുമായിട്ട് വരുന്ന അതുപോലെ തന്നെ സെക്കൻഡ് ഡിസ്പ്ലേ ഒക്കെ ആയിട്ട് വരുന്ന ഒരു ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഫോൺ നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നല്ല ബാറ്ററി കപ്പാസിറ്റിയും ഇതിൽ വരുന്നുണ്ട്. അല്ല നിങ്ങൾക്ക് നല്ല ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെറ്റർ ആയിട്ടുള്ള ഫോണുകൾ വരുന്നുണ്ട്. അതൊക്കെ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. എന്തായാലും ബ്ലാക്ക് വ്യൂ എന്ന കമ്പനിയുടെ ബ്ലാക്ക് വ്യൂ BL 9000 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.